അത് രത്നമ്മ ഞങ്ങളുടെ ആദ്യം തൊട്ട് വീട്ടില് സഹായിയായിരുന്നു ആള്. ആളുടെ മോളാണ് സരസ്വതി. ആൾക്ക് മുട്ടുവേദന വന്നിട്ട് നമ്മുടെ അടുത്ത് വരാതെ വരുമ്പോ ജില്ലാ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചക്ഷൻ ചെയ്യും മുട്ടില്. അവസാനം അവര് പറഞ്ഞു ഇനി മുട്ട് മാറ്റി വെക്കണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ അടുത്ത് വന്ന് ഇവിടെ നമ്മൾ മുട്ടിനെ കെട്ടി, നമ്മുടെ ഇവിടെ ഒരു പ്രത്യേക കെട്ടുണ്ട്, മുട്ടു കെട്ടി വിടുന്ന ഒരു പരിപാടിയുണ്ട്. അതിന്റെ ഒരു കഷായവും ഒരു തൈലവും കൊടുക്കും, കഴിക്കാൻ ടാബ്ലറ്റും കൊടുക്കും, മുട്ടു കെട്ടി വിടും. ഇന്നപ്പോ വന്നത് അത് മാരിന്ന് പറയാൻ വേണ്ടി വന്നതാണ്. മുട്ട് ഓപ്പറേഷൻ ചെയ്ത് മാറ്റി വെക്കണം എന്ന് പറഞ്ഞു. 5-6 ലക്ഷം ആകുമെന്ന് പറഞ്ഞു. അപ്പൊ അതൊന്നും വേണ്ട, ചിലരൊക്കെ പറഞ്ഞു മുട്ട് മാറ്റി വെച്ചാൽ കുഴപ്പമുണ്ട്, ആയുർവേദം കാണിച്ച് മരുന്ന് കഴിച്ചാൽ മതി. അപ്പൊ അങ്ങനെ വന്ന് ഇവിടെ മരുന്നൊക്കെ കഴിച്ചു. ഇത്ര വർഷം ഇവിടെ ഡോക്ടറെ പരിചയം ഉണ്ടായിട്ട് ഇവിടെ വരാൻ തോന്നിയില്ല അല്ലെ? അതല്ലറിയോ, അവര് കുറെ വീടുകളിൽ ജോലി ചെയ്യും. അപ്പൊ എന്താ വെച്ചാൽ ഇങ്ങോട്ട് വന്ന ആയുർവേദല്ലേ കുറെ സമയം എടുക്കും എന്നാണ് ആളുടെ വിചാരം. പക്ഷെ പോയി അപ്പൊ തന്നെ ജില്ലാ ഹോസ്പിറ്റലിൽ പോയിട്ട് ആള് ഇഞ്ചക്ഷൻ ഇഞ്ചക്ഷൻ എടുത്താൽ പെട്ടെന്ന് തന്നെ മാറുമല്ലോ. അതുപോലെ ഇത് മാറില്ലല്ലോ. കാരണം അങ്ങനെ വിട്ടു. പിന്നെ ലാസ്റ്റ് ഒടുവ് ഇങ്ങനെ ആയപ്പോ ഈ മരുന്ന് കഴിച്ചതിന് ശേഷം മാറി. മുട്ട് മരുന്ന് കഷായം ഗുളികൊക്കെ കഴിച്ചതിന് ശേഷം ഇപ്പൊ നല്ലോണം നടക്കാൻ പറ്റും, കോണി കയറാൻ പറ്റും, ഓടാൻ പറ്റും, ചാടും. ഒന്നും ചെയ്യാൻ പറ്റില്ല, നടക്കണോടത്ത് ഉറുമ്പ് ചാവില്ല. അതുപോലെ ഓരോ അടിയെ വെച്ച് നടക്കുക. ഇപ്പൊ ഇവിടെ വന്ന് മരുന്ന് കഴിച്ചതിന് ശേഷം ഓടിച്ചാടി എവിടെ വേണമെങ്കിൽ ബസ് വരുന്നതിനേക്കാൾ മുന്നേ ഞാൻ ഓടിയെത്തും. കാണിക്ക് ഓടി കാണിച്ചു തരാം. കാണിച്ചു കൊടുത്ത കാരണം രത്നമ്മേനെ കുറെ പേർക്ക് അറിയാം. അവർക്കെല്ലാവർക്കും അറിയാം രത്നമ്മ ഈ മുട്ടുവേദനയായിട്ട് ബുദ്ധിമുട്ടാണെന്ന് മാത്രമല്ല ജോലിയൊക്കെ നിർത്തി ഇരിപ്പാണെന്നുള്ളത് അറിയാം എല്ലാവർക്കും. കോയമ്പത്തൂർ പോയി കുറെ മരുന്ന് മോൻ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയിട്ട് എല്ല് തേമാണായി, ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. കാണിച്ചിട്ട് പോയി. അധികമാകുമ്പോഴല്ല എല്ലാവരും. എനിക്ക് ആളെ മുന്നേ സമയം എടുക്കുന്ന വിചാരിച്ചിട്ടാണ് കേട്ടോ അവര് വരാഞ്ഞത്. ആളെ എനിക്ക് മുന്നേ കണ്ട് പരിചയമില്ല, പക്ഷെ എന്നാലും ഇപ്പോഴത്തെ ആളുടെ മുഖത്തിന്റെ സന്തോഷവും അതൊക്കെ കാണുമ്പോ അറിയാം ഇപ്പൊ അതൊക്കെ മാറിയതിന്റെ ആ സന്തോഷം. പിന്നെ വേറെ അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശ്വാസം ചൊരിച്ചൽ ബാധകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം രോഗം മുക്കുറ്റി ലേഖ്യം, പിന്നെ വേറെ അലർജി ഉണ്ടായിരുന്നു. ആ മരുന്ന് മോള് വന്ന് പറഞ്ഞു ഇവിടെ കാണിച്ചിട്ട് മരുന്ന് വാങ്ങി കഴിക്കാൻ പാട് പറഞ്ഞു. അപ്പൊ അങ്ങനെ അത് കഴിച്ചതിന് ശേഷം അതും മാറി.